ഹലോ ഗൈസ്, ഞാനാണ് ബോബിക്കുട്ടി. അങ്ങനെ ബോബിക്കുട്ടിയുടെ കഥയായിട്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ. എണീറ്റ് പാടും വന്നത് പുറത്തുള്ള അർബാനയിൽ എന്തോ പേര് കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇതാരാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബോബിക്കുട്ടി. മായ്ച്ചു കളയാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ ബോബിക്കുട്ടി. നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പരിശ്രമം അങ്ങ് ഒഴിവാക്കി. കിടക്കപ്പായിന്ന് എണീറ്റ് പാടും നേരെ വന്ന വരുത്താണ്. ഇന്ന് രാവിലെ തന്നെ നല്ല സന്തോഷവതിയായിട്ട് എണീറ്റതുകൊണ്ട് തന്നെ കരച്ചിലും പിടിച്ചിലൊന്നുമില്ല. ഇന്നത്തെ ഇവളുടെ ഓരോ കളികൾ കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ കേട്ടോ. ഇന്നൊരു സൺഡേയും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കാറ് വയലിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് കാറ് നമ്മുടെ വീട്ടിന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ആയിട്ട് നേരെ തിരുനെല്ലിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസ വിതരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുരങ്ങച്ചനാണെങ്കിൽ ആരും കാണരുത് എന്ന പ്രതീക്ഷയില്ലാതെ വണ്ടീൻ്റെ അടിയിലുണ്ട്. അപ്പൊ ഇന്ന് കൊടുക്കേണ്ട പായസം ഒരു സ്പോൺസർ ആയിരുന്നു. മായ എന്ന് പറഞ്ഞൊരു അമ്മയുടെ 14ാമത് ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് ഇന്നത്തെ പായസം എല്ലാവർക്കും കൊടുത്തിരുന്നത് കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തിരക്കിന്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ഇന്ന് കാണാനും കൂടി പറ്റിയിട്ടുണ്ട്. രാവിലെ കുറച്ച് തിരക്കപ്പാടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ അത് നെട്ര ഗ്രാമത്ത് വന്നിട്ട് അവിടെ കുറച്ച് നൂഡിൽസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യന്മാരെടുത്തുനിന്ന്. കാളിന്തി പുഴയിലേക്കുള്ള എൻട്രി ക്ലോസ് ആക്കിയതുകൊണ്ട് തന്നെ എങ്ങനെ ചാടാൻ പറ്റുമെന്ന് നോക്കുകയാണ് ആൾക്കാരൊക്കെ. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോബിക്കുട്ടി ഇളനീര് അകത്താക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. തിന്നാൻ പോലും സമ്മതിക്കൂല. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനെ എന്ന് പറഞ്ഞിട്ട് ബോബി എണീറ്റ് പോയിട്ടുണ്ട്. ബോബിക്കുട്ടി ഇളനീര് കുടിക്കാൻ കാരണം തന്നെ തെങ്ങ് നന്നാക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ശാപ്പാടായിരുന്നു നമ്മുടെ ബോബിക്കുട്ടി. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വാഴത്തോപ്പിൽ ബോബിക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഓരോ പണിയിലായിരുന്നു കേട്ടോ. വാഴ കാറ്റത്ത് വീഴാണ്ടിരിക്കാനുള്ള പരിപാടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോബിക്കുട്ടി ചെറിയ സഹായമായിട്ടുമുണ്ട്. അച്ഛൻ്റെ മകനായ ഞാനൊരു മടിൻ എന്നുള്ള പേര് എൻ്റെ മകളായ ബോബിക്കുട്ടി അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ മേലെ എത്തിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു പട്ടിക്കുട്ടീനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പിള്ളേര്. അതിന്റെ കൂടെയായിരുന്നു നമ്മുടെ ബോബിക്കുട്ടീൻ്റെയും എന്റെയും കൂടി കളി. അവസാനം പട്ടിക്കുട്ടി കാരണം ബോബിക്കുട്ടി അടിച്ചൂത്തി വീണിട്ടുണ്ട്. ഈ കാണുന്നവനാണ് നമ്മുടെ ബോബിക്കുട്ടീനെ വീഴ്ത്തിയവൻ. കാണാൻ നല്ല സുന്ദരനും സുമുഖനുമായതുകൊണ്ട് തന്നെ ആരും ഇതിനെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ്ട കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.